ഹായ് ഫ്രണ്ട്സ്, മുത്തു സ്റ്റേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ ഡൈനിങ് ടേബിളിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ടൂണ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ടൂണ സാൻഡ്വിച്ചിന് നമുക്കിങ്ങനെ ഒരു കാനകത്ത് ടൂണ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ടൂണയുടെ ടിന്ന് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടത് ഒരു സ്പൂൺ, ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്പൂൺ എടുക്കുക. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കൈ മുറിയോ എന്നൊക്കെ നമ്മളിത് കണ്ടോ, ഇതിങ്ങനെ പൊക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്നത് നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിത് കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ എടുത്ത് ഇതുണ്ടോ ഇങ്ങോട്ട് കാണിക്കുക. അപ്പോൾ ഓൾറെഡി ഇത് കുറച്ച് ഓപ്പണായി, നന്നായിട്ട് സ്ട്രെയിറ്റ് ആക്കുക. പിന്നെ നമുക്ക് എളുപ്പത്തിന് ഇതിലൂടെ സ്പൂൺ ഇറക്കി നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വലിക്കുവാണെങ്കിൽ ഇത് ഓപ്പണായി വരും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വലിക്കട്ടെ. ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈ വേദന എടുക്കാതെ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഓപ്പണായി വരുന്നത് ഉണ്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓപ്പണാക്കി എടുക്കാൻ പറ്റും ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമ്മുടെ കൈ വേദനിക്കാതെ നമുക്ക് ഓപ്പണാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിതിൻ്റെ വാട്ടറോടെ നമുക്കൊന്ന് കളയണം കേട്ടോ. കുറച്ച് വാട്ടർ ഉണ്ട്, അതൊന്ന് കളയട്ടെ. പിന്നെ വാട്ടർ നമുക്ക് വേണ്ട കേട്ടോ, അത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി വാട്ടറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് വാട്ടർ വേണ്ട, ബാക്കി ഫാം മതി. അപ്പം ഞാൻ അടുത്ത കൂടെ ഒന്നുകൂടെ കാണാനോ മനസ്സിലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യമേ ഈ കൈ കൊണ്ടെടുക്കും, നമുക്ക് നല്ല വേദന എടുക്കും. കൈ കൊണ്ടെടുക്കാതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് പിടിച്ച് ഇത് നമുക്കിങ്ങനെ ഇങ്ങോട്ട് തിരിക്കുക, ഓപ്പോസിറ്റ് സൈഡിലോട്ട് കാണിക്കുമ്പം ഇത് ഓപ്പണായി വരുന്നതുണ്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തൂടെ ഈ സ്പൂണിൻ്റെ അറ്റം ഇങ്ങനെ ഇറക്കിയിട്ട് വലിച്ചു കഴിയുമ്പം നമുക്ക് എളുപ്പത്തിന് ഇത് നമ്മൾ കൈ കൊണ്ട് വലിക്കുന്നതിലും എളുപ്പമായിട്ട് നമുക്ക് കൈ വേദനിക്കാതെ ഇത് ഓപ്പണായിട്ട് കിട്ടും. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇതിൻ്റെയും കൂടെ വാട്ടർ ഞാൻ കളഞ്ഞിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് അറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കും, പക്ഷേ ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഇതൊന്നും കാണിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെയാലും കാണിച്ചപ്പം നമുക്കിങ്ങനത്തെ ടിന്നുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഈ കുഴയുള്ള ടിന്നുകൾ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇതിനകത്തോട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ബൗളിലോട്ട് ഈ ടൂണ സാൻഡ്വിച്ച് ഇതിനുള്ള ടൂണങ്ങ് ഓപ്പണാക്കി ഇടുക കേട്ടോ. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് വിരുന്നാലും നമ്മുടെ ടൂണ ഇരിപ്പുണ്ട്, ബ്രെഡ് ഇരിപ്പുണ്ട്, ഒരു മയനൈസും, കുക്കുമ്പർ വേണേ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ പിള്ളേർ 2 പറഞ്ഞ് കുക്കുമ്പറോട് കുക്കുമ്പർ ഇടാം. അല്ലെങ്കിൽ നമുക്ക് കോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കോൺ ഉപയോഗിക്കാം കേട്ടോ. കോൺ ഇടുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അങ്ങനെ എത്ര ഐറ്റംസ് മതി, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിതും ഇതിൻ്റെ കൂട്ടത്തിൽ ചിപ്സിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റൊക്കെ ഞെട്ടും, അതുപോലെ നല്ല ടേസ്റ്റിലുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് കുക്കുമ്പർ വേണം. അപ്പോൾ ഇവിടുത്തെ കുക്കുമ്പർ കിട്ടുന്ന കണ്ടിങ്ങനെ വാഷ് ചെയ്ത് നല്ല പ്ലാസ്റ്റിക് കവറിലാണ് വരുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുക്കുമ്പർ, ഒത്തിരി ഒന്നും വേണ്ടല്ലോ, കുറച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ. അറ്റം കളഞ്ഞ് ഈ പ്ലാസ്റ്റിക് കൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഉണ്ടോ, പ്ലാസ്റ്റിക് കൂടെ ഒന്ന് കീറി കളഞ്ഞ് കഴിഞ്ഞിട്ട് കുനുകുനാന്ന് നരിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ക്ലീനായിട്ട് വാഷ് ചെയ്ത് വന്നേക്കുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത്, പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഇഷ്ടം, അതോ ആരും ചോദിക്കാനൊന്നും പറ്റില്ല മുഴുപ്പിലാണോ ഇട്ടേ ചെറുതിലായിട്ടാണോ ഇട്ടതെന്നൊന്നും. നമ്മുടെ ഇഷ്ടമാണോ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇത് കട്ട് ചെയ്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട്, പ്രത്യേക ഗസ്റ്റ് വന്ന് നമ്മളൊന്നും പേടിക്കേണ്ട, നേരെ അടുക്കളയിലോട്ട് പോവുക, ഫ്രിഡ്ജ് തുറക്കുക, നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പാകം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഇനി ഗസ്റ്റ് നിങ്ങൾ ഇടയ്ക്ക് ഇതൊക്കെ മേടിച്ച് വെക്കുക. പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർഡറിൻ്റെ ഒരു അവസ്ഥ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടല്ലേ ചിലപ്പം. അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ചെറിയ ട്രിക്കുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ് കേട്ടോ, അത് ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോണേ കുറച്ച് മയോനൈസ് ഇച്ചിരി കൂട്ടിയിടാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ കുറച്ച് ഉപ്പ്
വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാട്ട് ഞാൻ ഇടുന്നില്ല, പിള്ളേർക്കായതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇടുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുവാണേ. ഉപ്പൊക്കെ നോക്കിയിട്ട് ആയാലും മതി, ഒരുപാടൊന്നും വേണ്ട. ഇതിനകത്തെല്ലാം ഉപ്പും എല്ലാം ഉള്ളതാണ്. പിന്നെ ഞാൻ കുക്കുംബർ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഓർത്ത് ഇച്ചിരി ഉപ്പ് കൂടി അങ്ങ് ആഡ് ചെയ്തേക്കാം ടേസ്റ്റിന് വേണ്ടി. നമുക്ക് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടെ അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം. ഇച്ചിരി കൂടെ മയോണൈസ് വേണം തോന്നുന്നു. ഇവിടെ പിള്ളേർക്കൊക്കെ മയോണൈസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഗസ്റ്റിനല്ല കേട്ടോ, നമുക്ക് സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തു വിടണമെങ്കിലും ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു വിടണമെങ്കിൽ ഇത് കൊടുക്കാം, സ്നാക്സ് ആയിട്ട് കൊടുക്കാം. പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പും എല്ലാം ഉണ്ടോ, ഇനി എന്തെങ്കിലും വേണമെന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടോ? അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമുക്കിത് ഞാൻ 3 ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആണോ, ബ്രെഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ ഫില്ല് ചെയ്യുവാണെന്നേ. നമ്മൾ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ക്യാമറ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുമായിരിക്കും. ചിലപ്പം ഞാനിപ്പം മാറ്റാൻ നിൽക്കുന്നില്ല, കാരണം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ എല്ലാം ഡിഫറെൻ്റായി പോവും. അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് ഫില്ല് ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, ബ്രെഡിലോട്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ കേട്ടോ. അടുത്ത ബ്രെഡ് ഇങ്ങനെ ഓരോ ബ്രെഡിലോട്ട് നമ്മൾ നിറയ്ക്കുക. അതായത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പം ഞാൻ ഈ ബ്രെഡിനെ കാണിച്ചു തരാം നന്നായിട്ട്. അപ്പോൾ അടിപൊളിയല്ലേ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യണം കേട്ടോ. എന്നാലും നമുക്കറിയത്തുള്ളൂ അടുത്ത വീഡിയോ ഒക്കെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് എനിക്ക് വരാൻ എളുപ്പം കിട്ടും. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊക്കെ ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ഇടാമല്ലോ. കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നന്നായിട്ടുണ്ട്, നന്നായിട്ട് റിച്ചായിട്ടാണ് ഞാനത് ഫില്ല് ചെയ്യുന്നത്. നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ടൊരു 3 ബെഡ്റൂം മതിയെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ളത് വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ട്യൂണ എടുക്കുക, അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഒരു 4 ബ്രെഡിനുള്ള ഇതുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മളിതിനെ ഇങ്ങനെ മീതെ ഓരോ ബ്രെഡ് വെച്ച് കവർ ചെയ്യുന്നു. കാണിച്ചു തരാം. അപ്പം നമ്മളിതിനെ ഓരോന്ന് വെച്ച് കവർ ചെയ്യുമോ കേട്ടോ. വീണ്ടും നന്നായിട്ട് കവർ ചെയ്ത് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം അങ്ങ് ഒട്ടി നന്നായിട്ട് ഒന്നിച്ചിരിക്കട്ടെ. സെപ്പറേറ്റ് ആക്കേണ്ടവരെ നമുക്ക് ഒന്നിച്ച് വെച്ച് തന്നെ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കാതെ ഒന്നിച്ച് വെച്ച് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ നന്നായിട്ട് 2 ബ്രെഡിലോട്ടൂടെ ജോയിൻ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് നല്ല ഷേപ്പിന് വേണ്ടി നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് തന്നെ ചെയ്യാം. ഇതിനെ നമുക്ക് ഒന്ന് ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കാണിച്ചു തരാവേ. ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് വെക്കുമ്പോൾ നല്ല ട്രയാങ്കിൾ എന്നല്ല 4ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ ഓരോ പീസ് കൂടിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഞാൻ പ്ലേറ്റും കൂടി ഒന്ന് എടുക്കട്ടെ. ഇതിലോട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇതുണ്ടോ സാൻഡ്വിച്ച് വെക്കാനായിട്ട്. ഇത് അടുത്തത് ഓരോന്നും കട്ട് ചെയ്ത് നല്ല ഭംഗിക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് നല്ല സാൻഡ്വിച്ച് നല്ല രീതി നമ്മുടെ വീട്ടിലത് റെഡിമെയ്ഡായിട്ട് മേടിക്കൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി സാൻഡ്വിച്ച് കേട്ടോ. ഇതാകുമ്പോൾ അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് എവിടോട്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരോ ഗസ്റ്റോ ആരാന്ന് വേണ്ട എല്ലാവരും വാരി കഴിക്കും. പാത്രം കാലിയാകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് 4 മണി പലഹാരം, 4 മണി ചായയുടെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തതിന് ടൈമൊന്നുമില്ല കേട്ടോ. ഈവൻ ഡിന്നറായിട്ട് പോലും ഇപ്പം ചോറൊന്നും രാത്രി കഴിക്കാത്തവർക്ക് ചോറൊന്നും വേണ്ടെന്ന് തോന്നുന്നവർക്ക് പോലും നമുക്ക് വയറ് നിറയുകയും ചെയ്യും. നല്ല ഫുഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. ട്യൂണായും
അതിനകത്ത് വെജിറ്റബിളായിട്ട് കുക്കുംബർ, ഇൻ കേസ് കുക്കുംബർ അല്ലെങ്കിൽ നമുക്ക് ചോളം, നല്ലതാട്ടോ ചോളം ഇടുന്നത്, അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാൻ. അപ്പോൾ ചോളത്തിൻ്റെ പാക്കറ്റ് ഇപ്പം ബോട്ടിലിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അതിന് പകരം ഞാൻ കുക്കുംബർ മതി എന്ന് പറഞ്ഞു പിള്ളേരെ കുക്കുംബർ ഇട്ട് കൊടുത്തു. അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു ഡിഷ്. നിങ്ങൾ നോക്കിക്കേ, നല്ല രീതിയിലൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ അറേഞ്ച് ചെയ്യാം. ഇത് മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്, ഇനി ഒരു സാധനം കൂടിയുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇങ്ങനത്തെ ചിപ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിത് പാക്കറ്റ് കുട്ടിക്കുന്നു, ഓരോരുത്തർക്കും ഓരോരോ പാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ചീസ് ആൻഡ് ഒനിയൻ്റെ പാക്കറ്റാണ് കേട്ടോ, നല്ല രസമാണ്. ഇതും ഈ പാക്കറ്റ് ചിപ്സും കൂടെ കഴിക്കാനുണ്ടല്ലോ, എന്നെ ടേസ്റ്റാണെന്നോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അമ്മയിട്ട് എന്നോട് പറയണം ഇതിഷ്ടമായോ ഇല്ലയെന്ന്. നിങ്ങൾക്ക് വീണ്ടും വെറൈറ്റി ചിപ്സുകൾ മേടിച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.